നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മേ അമ്മേ അമ്മ വല്ലതും അറിയുന്നുണ്ടോ? ഈ പപ്പിമോള് എന്തെല്ലാം സഹിച്ച ഇവിടെ നിൽക്കുന്നതെന്നറിയോ? മോള് കുറച്ചു നാളത്തേക്ക് കൂടി ക്ഷമിക്കണം. ചേച്ചിയമ്മയെ പപ്പിമോൾക്ക് എപ്പോഴും കാണാൻ വേണ്ടിട്ടല്ലേ അമ്മ ഈ പാടൊക്കെ പെടുന്നത്. അമ്മേ, ഈ കാർത്തികാന്റിയെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണമ്മേ. അവിടെ തൊടരുത്, ഇവിടെ തൊടരുത്, അതെടുക്കല്ലേ ഇതെടുക്കരുത്. പപ്പിമോൾക്ക് ശല്യമായി. അമ്മയെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ, എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാ. അമ്മയ്ക്കറിയോ, കാർത്തികാന്റി എന്നെ അടിക്കാൻ വന്നു. ഞാൻ ഓടിപ്പോന്നോണ്ടാ അടി കൊള്ളാതിരുന്നത്. കുരുത്തക്കേട് ചെയ്ത് വെച്ചിട്ട് നീ ഇവിടെ വന്ന് നിൽക്കല്ലേ? മക്കളെ വളർത്തുകയാണെങ്കിലേ മര്യാദയ്ക്ക് വളർത്തണം, അല്ലാതെ ദേ ഇങ്ങനെ അഴിച്ചു വിടല്ല വേണ്ടത്. ഇപ്പൊ തന്നെ ഇങ്ങനെ ആയാ കുറച്ച് വലുതാവുമ്പോ എന്തായിരിക്കും സ്ഥിതി? എന്തിനാടി എന്റെ മൊബൈൽ എടുത്ത് നോക്കിയത്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എടുത്തിട്ടേ ഇല്ല. ഞാൻ വെച്ചെടുത്തല്ലോ പിന്നെ ഇത് കണ്ടത്. ഇത്തിരിയേ ഉള്ളെങ്കിലും ഒരു കുട്ടിപ്പെട്ടാളം തന്നെയാ നീ. ഒരു 100 പേരുടെ കുരുട്ട് ബുദ്ധിയാ ഈ കൊച്ചു തലയ്ക്കുള്ളിൽ നിറച്ചു വച്ചിരിക്കുന്നത്. അതെങ്ങനെയാ? 10 ഗുണം 10 ഗുണം എന്നല്ലേ പറയാ? അമ്മയുടെ കുശാഗ്ര ബുദ്ധിയുടെ 10-ൽ 1 നീ കാണിക്കാതിരിക്കില്ലല്ലോ. ഞാൻ ഇങ്ങനെ ഒരു രീതിയിൽ കിടക്കേണ്ടി വന്നതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. ഞാനും എണീറ്റോട്ടെ, ഇതിനെല്ലാം കണക്ക് പറയേണ്ടി വരും നീ. ഇങ്ങോട്ട് മാറടി. എടി, നീ എന്താടി നോക്കി പേടിപ്പിക്കുന്നോ? നിന്റെ ഈ കിടപ്പുണ്ടല്ലോ, അത് നിന്റെ മനസ്സിലെ പകയും വിദ്വേഷവും കുശുമ്പും കുന്നായ്മയും കൊണ്ട് ഈശ്വരൻ തന്ന ശിക്ഷയാ. ഇനി നീ ഈ കിടപ്പിന്നേ ഒരു കാലത്തും എഴുന്നേക്കാൻ പോകുന്നില്ല. എന്റെ അമ്മ എങ്ങനെയൊന്നും പറയല്ലേ ആന്റി. എന്റെ ചേച്ചിയമ്മ അറിഞ്ഞാലുണ്ടല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.